നമസ്കാരം. കേരളത്തിന്റെ കുറ്റാന്വേഷണ ചരിത്രത്തിലെ സുവർണ അധ്യായങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്ന ഒരു കേസിനെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. തെളിവുകളില്ലാതെ പോലീസ് ഇരുട്ടിൽ തപ്പുകയും നിരപരാധിയായ ഒരാൾ സംശയത്തിന്റെ പേരിൽ കസ്റ്റഡിയിൽ മരിക്കുകയും ഒടുവിൽ തികച്ചും അവിചാരിതമായി മറ്റൊരു കേസിന്റെ അന്വേഷണത്തിനിടെ യഥാർത്ഥ കൊലയാളി പിടിയിലാവുകയും ചെയ്ത കോട്ടയം കുട്ടിയമ്മ കൊലക്കേസ്. റിപ്പർ ചാക്കോ എന്ന കുപ്രസിദ്ധ കൊലയാളിയെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന ആ കേസിന്റെ നാൾവഴികളിലേക്ക് നമുക്കൊന്നു പോകാം. 1988 ഫെബ്രുവരി 12 പുലർച്ചെ 7:30 കോട്ടയം ജില്ലയിലെ കാടൻകാവ് എന്ന ഗ്രാമം. അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു. ആ ഗ്രാമത്തിലെ ജോണി എന്നയാളുടെ വീടിന്റെ വാതിലിൽ രക്തത്തിൽ കുളിച്ചൊരു പെൺകുട്ടി വന്നു മുട്ടി. പേടിച്ചരണ്ട് വാതിൽ തുറന്ന ജോണിയും കുടുംബവും കണ്ടത് ഭയാനകമായ കാഴ്ചയായിരുന്നു. ആ പെൺകുട്ടിയുടെ അമ്മയായ കുട്ടിയമ്മയും അവളുടെ ഇളയ സഹോദരിയും വീടിനുള്ളിൽ വെട്ടേറ്റ് രക്തത്തിൽ കുളിച്ചു കിടക്കുന്നു. കോട്ടയം ഈസ്റ്റ് പോലീസ് സംഭവ സ്ഥലത്തെത്തി. ഒറ്റനോട്ടത്തിൽ അതൊരു മോഷണ ശ്രമമായിരുന്നില്ല. കാരണം വീട്ടിലെ അലമാരയോ മറ്റു വിലപിടിപ്പുള്ള വസ്തുക്കളോ ഒന്നും നഷ്ടപ്പെട്ടിരുന്നില്ല. ഇതായിരുന്നു പോലീസിന് കുഴക്കിയ ആദ്യത്തെ ചോദ്യം. മോഷണമല്ലെങ്കിൽ പിന്നെ എന്തിനായിരുന്നു ഈ ക്രൂരകൃത്യം? SP ഹോർമിസ് തരകന്റെ നേതൃത്വത്തിൽ വലിയൊരു പോലീസ് സംഘം അന്വേഷണം ആരംഭിച്ചു. അന്വേഷണത്തിന്റെ തുടക്കത്തിൽ പോലീസിന് സഹായകമായത് പോലീസ് നായയായിരുന്നു. കുട്ടിയമ്മയുടെ വീട്ടിൽ നിന്നും മണം പിടിച്ച നായ ഓടിയത് അടുത്തുള്ളൊരു മരമില്ലിലേക്കാണ്. അവിടെ കുറച്ചുനേരം കറങ്ങിയ ശേഷം നായ തിരികെ കുട്ടിയമ്മയുടെ വീട്ടിലെത്തി ചുമരിനോട് ചേർന്ന ഒരിടത്ത് നിന്നു. അവിടെ പരിശോധിച്ചപ്പോഴാണ് പോലീസ് ആ നിർണായക തെളിവ് കണ്ടത്. ആ ചുമരിൽ നിന്ന് ഒരു കല്ലിളക്കി മാറ്റി ഒരാൾക്കകത്തേക്ക് കടക്കാൻ പാകത്തിലുള്ള ഒരു ദ്വാരമുണ്ടാക്കിയിരിക്കുന്നു. ആ ദ്വാരത്തിൽ നിന്ന് ഫോറൻസിക് വിദഗ്ധർക്ക് പ്രതിയുടെ വിരലടയാളങ്ങളും കൈപ്പത്തിയുടെ പാടുകളും കുറച്ച് തൊലിയുടെ അംശങ്ങളും ലഭിച്ചു. അതേസമയം ആശുപത്രിയിൽ ബോധം വീണ്ടെടുത്ത മൂത്ത മകൾ പോലീസിന് മൊഴി നൽകി. തലേദിവസം രാത്രി നല്ല മഴയായിരുന്നുവെന്നും താൻ മുറിയിലിരുന്ന് പഠിക്കുമ്പോൾ ആരോ തലക്കടിച്ച് വീഴ്ത്തുകയായിരുന്നുവെന്നും അവൾ പറഞ്ഞു. കനത്ത മഴ കാരണം തങ്ങളുടെ കരച്ചിൽ പുറത്താരും കേട്ടിരിക്കില്ല. പറമ്പിൽ നിന്ന് പോലീസിനൊരു മരക്കഷ്ണം കിട്ടി. മരമില്ലിലെ നമ്പറുള്ള ആ കഷ്ണം അവിടുന്ന് കാണാതായതാണെന്ന് പിന്നീട് സ്ഥിരീകരിച്ചു. ആ മരക്കഷ്ണം ഉപയോഗിച്ചാണ് പ്രതി ചുമരിലെ കല്ലിളക്കി മാറ്റിയതെന്ന് വ്യക്തമായി. ഇവിടെ നിന്നാണ് കേസിൽ ഒരു നാടകീയമായ വഴിത്തിരിവുണ്ടാകുന്നത്. ചുമരിൽ കല്ലിളക്കി മാറ്റി മോഷണം നടത്തുന്ന രീതി മുൻപ് പരോളിലിറങ്ങി മുങ്ങിയ കൃഷ്ണൻ എന്നൊരു കുറ്റവാളിയുടേതായിരുന്നു. പോലീസിന്റെ സംശയം സ്വാഭാവികമായും കൃഷ്ണനിലേക്ക് നീണ്ടു. തമിഴ്നാട്ടിൽ ഒളിവിൽ കഴിയുകയായിരുന്ന കൃഷ്ണനെ പോലീസ് അറസ്റ്റ് ചെയ്തു. എന്നാൽ കോട്ടയത്തേക്ക് കൊണ്ടുവരുന്ന വഴി രാത്രി ഒരു ലോഡ്ജിൽ പാർപ്പിച്ച കൃഷ്ണനെ പിറ്റേ ദിവസം രാവിലെ കഴുത്തറുത്തു മരിച്ച നിലയിൽ കണ്ടെത്തി. ഇത് പോലീസിന് വലിയ തലവേദനയായി. കസ്റ്റഡി മരണമെന്ന ആരോപണം ശക്തമായി. എന്നാൽ പോസ്റ്റ്മോർട്ടത്തിൽ കൃഷ്ണൻ ബ്ലേഡ് ഉപയോഗിച്ച് ആത്മഹത്യ ചെയ്തതാണെന്ന് തെളിഞ്ഞു. അതിലും വലിയ ട്വിസ്റ്റ് പിന്നീടാണ് വന്നത്. കുട്ടിയമ്മയുടെ വീട്ടിൽ നിന്ന് ലഭിച്ച തൊലിയുടെ അംശങ്ങളും കൃഷ്ണന്റെ DNA തമ്മിൽ ഒത്തുനോക്കിയപ്പോൾ അത് രണ്ടും ഒന്നല്ലെന്ന് ശാസ്ത്രീയമായി തെളിഞ്ഞു. അതായത് കൃഷ്ണൻ നിരപരാധിയായിരുന്നു. ഈ സംഭവത്തോടെ SP ഹോർമിസ് തരകനെ കേസിൽ നിന്ന് മാറ്റി. കേസ് എങ്ങും എത്താതെ നിൽക്കുമ്പോഴാണ് വർഷങ്ങൾക്ക് ശേഷം ഇടുക്കിയിൽ നടന്ന മറ്റൊരു 4-അംഗ കൊലപാതക കേസ് അന്വേഷിക്കാൻ ഹോർമിസ് തരകൻ നിയോഗിക്കപ്പെടുന്നത്. ആ കേസിൽ ചാക്കോ എന്നയാൾ അറസ്റ്റിലായി. അയാളെ ചോദ്യം ചെയ്യുന്നതിനിടയിൽ തികച്ചും അപ്രതീക്ഷിതമായി ചാക്കോ പറഞ്ഞു, ഇടുക്കിയിലെ കേസും മാത്രമല്ല, പണ്ട് കോട്ടയത്തൊരു അമ്മയെയും 2 പെൺകുട്ടികളെയും വെട്ടിയ കേസും ഞാനാണ് ചെയ്തതെന്ന്. ആദ്യം പോലീസ് അത് വിശ്വസിച്ചില്ല. എന്നാൽ അതേസമയം തന്നെ കുട്ടിയമ്മയുടെ വീട് വൃത്തിയാക്കുകയായിരുന്ന ഒരു ജോലിക്കാരന് പറമ്പിൽ നിന്നൊരു ആഭരണ പെട്ടി കിട്ടി. അത് കുട്ടിയമ്മയുടേതാണെന്നും അതിലുണ്ടായിരുന്ന മാല കാണാതായതും മകൾ സ്ഥിരീകരിച്ചു. ചാക്കോയുടെ കുറ്റസമ്മതത്തിൽ താൻ കുട്ടിയമ്മയെ കൊന്ന ശേഷം ഒരു മാല മോഷ്ടിച്ചിരുന്നു എന്ന് പറഞ്ഞിരുന്നത് ഇതോടെ ശരിയാണെന്ന് തെളിഞ്ഞു. പിന്നീട് ചാക്കോ കുറ്റം നടന്ന രീതി വിശദീകരിച്ചു. നല്ല മഴയുള്ള രാത്രി മരമില്ലിൽ നിന്ന് കിട്ടിയ മരക്കഷ്ണം കൊണ്ട് ചുമർ തുരന്ന് അകത്തു കയറി. ശബ്ദമുണ്ടാക്കാൻ സാധ്യതയുള്ള പെൺകുട്ടികളെയാണ് ആദ്യം ആക്രമിച്ചത്. പിന്നീട് കുട്ടിയമ്മയെയും ആക്രമിച്ചു. അവരുടെ മാല മോഷ്ടിച്ച ശേഷം ആഭരണപ്പെട്ടി പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. റിപ്പർ എന്ന അപരനാമത്തിൽ പിന്നീട് അറിയപ്പെട്ട ചാക്കോ കേരളം കണ്ട ഏറ്റവും ക്രൂരനായ കൊലയാളികളിലൊന്നായിരുന്നു. ഒരു കേസിന്റെ അന്വേഷണത്തിനിടെ മറ്റൊരു കേസിന് തുമ്പുണ്ടാകുന്ന സിനിമയെ വെല്ലുവിളിക്കുന്ന ക്ലൈമാക്സ് ആയിരുന്നു കുട്ടിയമ്മ കൊലക്കേസിന്റേത്. നിരപരാധിയായ കൃഷ്ണന്റെ ആത്മഹത്യ ഒരു കറുത്ത അധ്യായമായി മാറിയെങ്കിലും ഹോർമിസ് തരകന്റെയും സംഘത്തിന്റെയും സൂക്ഷ്മമായ അന്വേഷണ മികവാണ് ഒടുവിൽ യഥാർത്ഥ പ്രതിയെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവന്നത്.